ഹലോ, ഇന്നത്തെ നമ്മൾ ഐറ്റം ഇല്ല ആപ്രിക്കോട്ടാണ്. ആപ്രിക്കോട്ട് ഇങ്ങനെ കടിച്ചുന്ന നല്ല ടേസ്റ്റ് അല്ലേ, നല്ല രസമാണ്. എന്നാൽ നമുക്ക് ഇന്ന് ആപ്രിക്കോട്ട് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഇറ്റ്സ് മുനിയർ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാം. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോണ്ടല്ലോ നല്ല ആപ്രിക്കോട്ട് കിട്ടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള. അതിങ്ങനെ രണ്ട് മൂന്നും കടിച്ച് എന്താ ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ജ്യൂസ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ആപ്രിക്കോട്ട് നന്നായിട്ട് കഴുകി വൃത്തിയായി കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുള്ള കുരു മാറ്റിയെടുക്കുക. എല്ലാ ആപ്രിക്കോട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ഒരു 3-4 ഗ്ലാസ് ഉണ്ടാക്കുക ഇതിനെ കൊണ്ട്. എല്ലാം നമ്മൾ ഏകദേശം റെഡി ആയിരിക്കുന്ന ആപ്രിക്കോട്ട് എല്ലാം തൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2-3 കൂടി ഉണ്ട്, അതും കൂടി കുരുകളെ. അതിൻ്റെയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ച് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് നല്ല വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഓണാക്കി വെക്കുന്നു. ഇനി നമുക്കൊരു കുറച്ച് തിളക്കുന്ന വരെ ഈ സംഭവം അങ്ങനെ വെക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് ആപ്രിക്കോട്ട് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചത്. ഇതുപോലെ കട്ട് ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരും. നമുക്കിപ്പോൾ സ്റ്റൈലിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് അടിപൊളിയായി വരും. ഡെക്കറേഷനൊക്കെ വെക്കാൻ നല്ല ബെസ്റ്റാണ്. ഇനി നമുക്കത് തിളച്ച് വരുമ്പം നന്നായി തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അത് നല്ലോണം തണിയാൻ വെക്കുക. നല്ല തണിഞ്ഞതിന് ശേഷം മാത്രമേ ജ്യൂസ് അടിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ച് വരും. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ജാറെടുത്ത് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്കൊന്ന് ലൈം, ഒരു ഹാഫ് ലൈം അങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുക. ഹാഫ് ലൈമിൻ്റെ ജ്യൂസ്. ഇനി തേന്, നല്ല നാടൻ തേൻ ഉണ്ടായിരുന്നു, അതും അങ്ങ് ഒഴിച്ചെടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ, 4 ഗ്ലാസ്സിനാണെങ്കിൽ. ഇനി അത് അടച്ചു വെച്ച് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടുവരാം. ജ്യൂസ് അടിച്ചുകൊണ്ട് ഇനി നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അങ്ങോട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല കാണാൻ നല്ല മൊഞ്ചിട്ട് നല്ല അടിപൊളി ഹെൽത്തി ജ്യൂസാണിത്. നമ്മൾ ജ്യൂസ് റെഡിയായി, ഇനി കുടിക്കാൻ റെഡി ആയിരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. പോലെ 1 മിനിറ്റ് നമുക്കൊന്ന് കുടിച്ചു നോക്കണ്ടേ. ഞാനിപ്പോൾ ഇതില്ലേ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുടിക്കുന്നത്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സംഭവം കൊള്ളാട്ടോ, നല്ല. ഇതിപ്പോൾ ഒരു ജ്യൂസിലടിച്ചത്, ഒരു സ്മൂത്തീൻ്റെ ഇതാണ് ഉള്ളത്. നല്ല അടിപൊളിയാണ് സംഭവമാണ്. ഭയങ്കര മധുരമൊന്നുമില്ല, ഒരു സിമ്പിൾ മധുരമാണ്, ഓവർ മധുരമില്ല, ഒരു മധുരം കുറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റ്, നമ്മൾ ഭയങ്കര ടേസ്റ്റ് അല്ല, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു കയ്പ്പ് മാതിരി ഉണ്ട്, ചെറിയൊരു കയ്പ്പ്. സംഭവം കൊള്ളാം. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് കടിച്ചെന്നാണ്. കടിച്ചുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ചൊരു കയ്പ്പ് വരുന്നുണ്ട്, പക്ഷേ സംഭവം അടിപൊളിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. സംഭവം കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പറയില്ലേ, കുഴപ്പമില്ല ടേസ്റ്റ്, എന്നാലും ഒരു കയ്പ്പ് പോലെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.